MOM 2A, a list of medications appropriate for the patients and as per the scope of the organization's clinical services is developed collaboratively by the multidisciplinary committee. നമ്മളുടെ ഹോസ്പിറ്റലിൽ നാഷണൽ ലിസ്റ്റ് ഓഫ് എസെൻഷ്യൽ മെഡിസിൻസിൻ്റെയോ WHO മോഡൽ ലിസ്റ്റ് ഓഫ് എസെൻഷ്യൽ മെഡിസിൻസിൻ്റെയോ ഗൈഡ് ലൈൻസിനെ ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളുടെ ഓർഗനൈസേഷനിൽ ഒരു ഫോർമുലറി ഉണ്ടാവണം. ഈ ഫോർമുലറി നമ്മളുടെ നെസസറി മെഡിസിൻസ്, നമ്മുടെ മിഷൻ, നമ്മുടെ ഹോസ്പിറ്റൽ മിഷനുണ്ട്, ആ മിഷനെ ഡിപ്പെൻഡ് ചെയ്തുള്ള നെസസറി മെഡിസിൻസ് ഉണ്ടാവണം. പേഷ്യൻറ്റിൻ്റെ നീഡിനെ ഫോക്കസ് ചെയ്യണം. നമ്മുടെ സ്കോപ്പ് ഓഫ് സർവീസസ് ഫോക്കസ്ഡ് ആയിരിക്കണം. സോ നമുക്ക് ഇത്തരത്തിൽ ഒരു നാഷണൽ ലിസ്റ്റ് ഓഫ് എസെൻഷ്യൽ മെഡിക്കേഷൻസിൻ്റെ ആ ഒരു ഗൈഡ് ലൈൻസിനെ ഉപയോഗിച്ചുകൊണ്ട്, ആ ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ഫോർമുലറി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതാണെന്ന് വെച്ചാൽ, നമ്മളുടെ ഹോസ്പിറ്റലിൻ്റെ സംവിധാനങ്ങൾ അനുസരിച്ച് ഒരു മിസ്റ്റേക്ക് സംഭവിക്കാനുള്ള സാധ്യതയെ, ഡ്രഗ് ഇൻട്രാക്ഷൻസിൻ്റെ പോസിബിലിറ്റിയെ മാക്സിമം റെഡ്യൂസ് ചെയ്യത്തക്ക വിധത്തിൽ, അല്ലാതെ എല്ലാ മരുന്നും അങ്ങ് ക്രിയേറ്റ് ചെയ്ത്, നമ്മുടെ ഈ ഒരു പീഡിയാട്രിക്സ് ഉണ്ട്, പീഡിയാട്രിക്സിന് ഈ മരുന്ന് വയ്ക്കണം. സോ അല്ലെങ്കിൽ നമുക്കൊരു നെഫ്രോളജി ഉണ്ട്, നെഫ്രോളജിക്ക് മരുന്ന് വേണം, ന്യൂറോളജി ഉണ്ട്, ന്യൂറോളജിക്ക് വേണം. ആ ഫോർമുലറി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്പെഷ്യാലിറ്റി വൈസോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസോ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം വൈസോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും മിനിമം അഡ്വേഴ്സ് റിയാക്ഷൻസിൻ്റെ പോസിബിലിറ്റിയെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഫോർമുലറി ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും കുറഞ്ഞ അതിനകത്ത് മോളിക്യൂളും സ്ട്രെങ്തും ഫോർമുലേഷനും ഒക്കെ ആഡ് ചെയ്തിരിക്കണം. ആൾറെഡി ഗ്രേപ്സ് ആണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലുകളിലെങ്കിൽ ഇതെല്ലാം അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ ഏതെങ്കിലും പുതിയ മരുന്ന് ആഡ് ചെയ്യുന്നുണ്ട് ഗ്രേപ്സിൽ ഇല്ലാത്തത് എങ്കിൽ മാത്രമാണ് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഫോർമുലറി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, നമ്മുടെ വൊക്കാബുലറിയുടെ ബേസ്ഡ് ഫോർമുലറി ആണ് എങ്കിൽ ആ ബേസിക് അല്ല, അതിൽ കൂടുതൽ ഇൻഫർമേഷൻസ് അവിടെ ഉണ്ട്. അത് വളരെ സേഫ് ആണ്, അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്പർ ഓഫ് ഡ്രഗ് ഒരു പർട്ടിക്കുലർ മോളിക്യൂളിൽ ലിമിറ്റഡ് ആയിരിക്കണം. അതിൻ്റെ ഡിഫറെൻറ്റ് സ്ട്രെങ്തുകൾ വാങ്ങുമ്പോൾ ബ്രാൻഡുകൾ, ഒരുപാട് ബ്രാൻഡുകൾ ഓരോ ഡോക്ടറുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങുന്നതായിരിക്കരുത് ഈ ഒരു മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റിയുടെ ജോബ്. നമ്മുടെ പേഷ്യൻ്റ് സേഫ്റ്റി, പേഷ്യൻ്റ് നീഡും സ്കോപ്പ് ഓഫ് സർവീസസും മോണിറ്റർ ചെയ്ത് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള മെഡിസിൻസിനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്, നമ്മുടെ ഫോർമുലറിയിലേക്ക് എത്തിക്കേണ്ടത്. സോ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഇംപ്ലാന്റ്സും മറ്റ് ഡിവൈസസും ഈ ഫോർമുലറിയുടെ പാർട്ടായിട്ട് കൊണ്ടുവരണം. എന്നാലേ നമുക്ക് ഈ ഒരു മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റിയുടെ അണ്ടറിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റുമോ. നമ്മുടെ ഫോർമുലറിയുടെ പാർട്ടായിട്ട് മരുന്ന് മാത്രമല്ല, ഇംപ്ലാന്റ്സിനെ ഇൻക്ലൂഡ് ചെയ്യണം. സോ പേഷ്യൻസിന് സപ്ലൈ ചെയ്യുന്ന ഏതെങ്കിലും എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതുമെല്ലാം ഇതിൽ കണക്റ്റഡ് ആയിരിക്കണം. ഇത് പല ഹോസ്പിറ്റലിലും അനാവശ്യമായി സെപ്പറേറ്റ് ചെയ്തിട്ട് കൈകാര്യം ചെയ്ത് വലിയ സാമ്പത്തിക നഷ്ടം വരെ ഉണ്ടാക്കുന്നുണ്ട്. സേഫ്റ്റി മാത്രമല്ല പ്രശ്നം. പലപ്പോഴും ഈ ഇയറിംഗ് എയ്ഡ്സ് പോലെയുള്ള എക്യുപ്മെന്റ്സിൻ്റെയും ഇംപ്ലാന്റ്സിൻ്റെയൊക്കെ സപ്ലൈ ചെയിൻ മാനേജ് ചെയ്യുന്നതും മറ്റൊരു ടീമായിരിക്കും. അവിടെ വലിയ മാനിപ്പുലേഷൻസ് എന്നത് കാരണം അത് മോണിറ്ററിങ് വളരെ കുറഞ്ഞു പോകും. സോ എനിവേ നമുക്കൊരു മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റി ഉണ്ട്. നമ്മുടെ വൊക്കാബുലറി കറക്റ്റ് ചെയ്യുന്നതിന്, നമ്മുടെ ഫോർമുലറി കറക്റ്റ് ചെയ്യുന്നതിനും ഫോർമുലയുടെ അണ്ടറിൽ തന്നെ ഇത് നമ്മുടെ എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാം കൊണ്ടുവരണം. സോ MOM 2A, a list of medications appropriate for the patients and as per the scope of our organizations, hospitals, clinical services is developed collaboratively by the multidisciplinary committee. റെസ്പോൺസിബിലിറ്റി നമ്മുടെ മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റിയുടേതാണെന്നതാണ്. ഇതൊരു കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റാണ്, മാറ്റാൻ പറ്റില്ല കേട്ടോ, ആരെങ്കിലും തീരുമാനിക്കരുത്. സോ ഈ ഒരു കമ്മിറ്റിയാണ് ഈ ഒരു ഫോർമുലറി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്.